തരംഗം പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി 100 കടന്ന ഐതിഹാസിക വിജയം. തകർന്നടിഞ്ഞ് സിപിഎം കോട്ടകൾ 35 ഒതുങ്ങി ഇടതുമുന്നണി. 3 താമര വിരിയിച്ച് എൻഡിഎ. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തി. മന്ത്രിമാരിലേറെ പേർക്കും ദയനീയ തോൽവി. ആദ്യ 6 റൗണ്ടുകളിൽ പരാജയ ഭീതി അറിഞ്ഞ പിണറായി വിജയൻ. 20,000-ൽ താഴേക്ക് ഇടിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം. കരകയറിയത് മുഖ്യമന്ത്രി അടക്കം 6 മന്ത്രിമാർ. ഇടതുമുന്നണിക്ക് തൊടാനാകാതെ 5 ജില്ലകൾ. കാസർഗോഡും കോഴിക്കോടും പത്തനംതിട്ടയും ഓരോ സീറ്റിൽ മാത്രം വിജയം. മലപ്പുറം, വയനാട്, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യുഡിഎഫിന് സമ്പൂർണ്ണ ആധിപത്യം. തുടച്ചു നീക്കപ്പെട്ട കേരള കോൺഗ്രസ് മാണി വിഭാഗം. പാർട്ടിയെ തിരുത്തി വിമതർ. സിപിഎമ്മിനെ വിറപ്പിച്ച് കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ വിമതർ കട്ടിമറി ജയം. അരനൂറ്റാണ്ടിനിടയിൽ ആദ്യമായി പാർട്ടി സ്ഥാനാർത്ഥിക്ക് പയ്യന്നൂരിൽ പരാജയം. ചർച്ചയായി തളിപ്പറമ്പിലെ തോൽവിയും പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ചയും. അമ്പലപ്പുഴയിലെ സുധാകരന്റെ വിജയം വൻ ഭൂരിപക്ഷത്തിൽ. പരാജയം വ്യക്തി കേന്ദ്രീകൃത നിലപാടുകൾക്കെതിരെയെന്ന് ബിനീഷ് കോടിയേരിയുടെ FB പോസ്റ്റ്. തോൽവിക്ക് പിന്നാലെ രാജി സമർപ്പിച്ച മുഖ്യമന്ത്രി. ഗവർണർ രാജി സ്വീകരിച്ചു. പിണറായി വിജയൻ നാളെ തലസ്ഥാനത്തെത്തും. തോൽവി അപ്രതീക്ഷിതമെന്നും തിരുത്തലുകൾ വരുത്തുമെന്നും CPM സെക്രട്ടേറിയറ്റ്. തമിഴ്നാട്ടിൽ ആഞ്ഞടിച്ച് ഭരണവിരുദ്ധ തരംഗം. ആദ്യ തെരഞ്ഞെടുപ്പിൽ അത്ഭുത നേട്ടം കൈവരിച്ച് വിജയുടെ TVK. 107 സീറ്റിൽ വിജയം. മുഖ്യമന്ത്രി MK സ്റ്റാലിന് ദയനീയ തോൽവി. 73-ലേക്ക് ഒതുങ്ങിയ DMK സഖ്യം. മൂന്നിടങ്ങളിൽ നേട്ടം കൈവരിച്ച് BJP. പശ്ചിമബംഗാളിൽ തൃണമൂലിനെ തകർത്ത് ചരിത്ര വിജയം. അസമിൽ ഭരണ തുടർച്ച. പുതുച്ചേരിയിലും NDA മുന്നേറ്റം.